ആരോഗ്യ സംരക്ഷണത്തിന് ശരീര ശുദ്ധീകരണം എന്ന വിഷയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് പരിസര ശുദ്ധീകരണം. പരിസര ശുദ്ധീകരണത്തിനായി നമുക്ക് നമ്മുടെ ആർസിഎമ്മിൽ കുറെ പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെടാം. അതിന്റെ ബ്രാൻഡ് നെയിമാണ് പിക്സി. ഓക്കെ, ആദ്യം നമുക്ക് തറയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശുചിത്വം ആരംഭിക്കുന്നത് തറയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫ്ലോർ ക്ലീനർ. 3 ടൈപ്പ് ഫ്ലോർ ക്ലീനറാണ് നമുക്കുള്ളത്. ഫസ്റ്റത്തെ ഫ്ലോർ ക്ലീനറാണിത്, പിക്സി ലിക്വിഡ് ഫ്ലോർ ക്ലീനർ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോറിൽ വന്നിരിക്കുന്ന നമ്മുടെ തറയിലുള്ള എത്ര കടുത്ത കറകളെയും ഇത് കളയും. ഇതിനൊരു പതയുണ്ട്. നമ്മളപ്പോ ഒരു മൂടി ലിക്വിഡ് എടുത്ത് 3-4 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തറ നന്നായി മോപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി മോപ്പ് ചെയ്യണം. ഇത് ഉപയോഗിക്കുമ്പോൾ തറയിലെ കീടാണുക്കൾ, ബാക്ടീരിയകൾ, ഫംഗസ് തുടങ്ങിയവയെ നശിപ്പിക്കുന്നു. തറയ്ക്ക് നല്ല സുഗന്ധം കിട്ടുന്നു. ആ മണം 10-15 മിനിറ്റോളം നമ്മുടെ വീടിനുള്ളിൽ നിലനിൽക്കുന്നുമുണ്ട്. ഇത് ഉപയോഗിച്ചാൽ ഈച്ച, പുളിയീച്ച, ഉറുമ്പ് ഇവയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. 99% രോഗാണുക്കളെ വിമുക്തമാക്കാൻ നമ്മുടെ ഫ്ലോർ ക്ലീനർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് വരുന്ന MRP 105. ഇനി ഡിസ്കൗണ്ട് കാർഡ് എടുത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രൈസ് 92 രൂപയ്ക്കുമാണ്. ഈ ഫ്ലോർ ക്ലീനറിന് പകരം നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഫ്ലോർ ക്ലീനറാണ് ലൈസോൾ. ലൈസോളിന് വരുന്ന റേറ്റ് 200 രൂപയാണ്. നമുക്കപ്പോൾ MRP ഡിഫറൻസ് തന്നെ നോക്കിയാൽ 95 റുപ്പീസ് ഡിഫറൻസ് ഉണ്ട്. നമുക്കപ്പോൾ RCMൽ ഒരു ഫ്ലോർ ക്ലീനർ മാറ്റിയാൽ കിട്ടുന്ന ലാഭം 95 രൂപയാണ്. നമ്മുടെ അടുത്ത ഫ്ലോർ ക്ലീനർ നമുക്ക് പരിചയപ്പെടുത്താം. ആക്റ്റീവ് എന്ന ഫ്ലോർ ക്ലീനർ ആണ്. അതിനകത്ത് ആക്റ്റീവ് ഫിനൈൽ. അതിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. 2 സ്മെല്ലുള്ള ഫ്ലോർ ക്ലീനർ. ഒന്നാമത്തെയാണ് മോഗ്ര. പേര് പോലെ തന്നെ നല്ല മുല്ലപ്പൂവിന്റെ സുഗന്ധമാണ് ഇതിന്. ഇത് ഉപയോഗിച്ചാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈച്ചയും കുഞ്ഞു ഉറുമ്പുകള്, പ്രാണികള് അവയെല്ലാം അകറ്റി നിർത്തുന്നു. അവ വരില്ല ഇത് ഉപയോഗിച്ച് തുടച്ചാൽ. ഇത് നമുക്ക് അതുപോലെ തന്നെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഇത് ഒറ്റ പ്രാവശ്യം തുടച്ചെടുത്താൽ മതി. മോപ്പ് ഉപയോഗിച്ച് ഒറ്റ പ്രാവശ്യം തുടച്ചാൽ മതി. തറ നല്ല ഷൈനിങ് ആയിട്ടിരിക്കും. മൂന്നാമത്തെ ഫ്ലോർ ക്ലീനറാണ് ആക്റ്റീവിന്റെ ലാവെൻഡറിന്റെ സ്മെല്ലാണ് ഇതിന്. അതും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഉപയോഗിക്കേണ്ട രീതി മോഗ്ര ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം. രണ്ടിനും ഒരേ MRP ആണ്. 75 റുപ്പീസാണ് MRP. ഇനി ഡിസ്കൗണ്ട് കാർഡ് ഉള്ള ഒരാൾക്ക് 62 റുപ്പീസിന് നമുക്ക് കിട്ടുന്നു. ഈ ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ തറ തുടച്ചാലും അവിടെ രോഗാണു വിമുക്തമാകുന്നതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികളുള്ള വീടുകളില് അവര് തറയിൽ പോകുന്ന വസ്തുക്കളെല്ലാം എടുത്ത് വായിൽ വയ്ക്കുന്ന ഒരു ടെൻഡൻസി അവർക്കുണ്ട്. അങ്ങനെ വച്ചാലും അവിടെ ബാക്ടീരിയ വിമുക്തമായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇനി നമ്മുടെ അടുത്തൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ. ഇത് നോ ബ്ലീച്ച് ഫോർമുലയാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോ ബ്ലീച്ച് ഫോർമുല എന്ന്. അതായത് ബ്ലീച്ചിങ് ഇല്ല, ഇതിനകത്ത് ബ്ലീച്ച് ഇല്ല എന്നാണ് പറയുന്നത്. നല്ല വൈറ്റ്നസ് കിട്ടുന്നു, ടോയ്ലറ്റിന് നല്ല വൈറ്റ്നസ് കിട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയകളെ നിലനിർത്തി ബാഡ് ബാക്ടീരിയാസിനെ മാത്രം ഇത് നശിപ്പിക്കുന്നു. അത് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് ടോയ്ലറ്റ് മാത്രമല്ല ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്യാം, സ്റ്റീൽ ടാപ്പുകൾ ക്ലീൻ ചെയ്യാം. അതുകൂടാതെ നമ്മുടെ വീട്ടമ്മമാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് മറവിയുണ്ട് നമുക്കല്ലേ. എങ്ങനെയാ മറവി വരുന്നത്? നമ്മൾ മൾട്ടി പർപ്പസ് ജോബ് ചെയ്യുന്നവരാണ്. ഒരേ സമയം തന്നെ കുക്കറിൽ അടുപ്പത്ത് സാധനം വയ്ക്കുന്നു, അതിൻ്റെ ഒപ്പം വെള്ളം എടുക്കാൻ പോകുന്നു, ചായ വയ്ക്കുന്നു. അപ്പോൾ കുക്കറിൽ വയ്ക്കുന്ന സാധനം മിക്കപ്പോഴും അടി പിടിക്കും. കുക്കറല്ല എന്ത് പാത്രമല്ല അടി പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അടി പിടിച്ച അത്രയും കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ നമ്മളത് ഉരച്ച് വൃത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു. സമയമെടുത്താലും അത് മുഴുവനായിട്ടും പോയി തീരാറില്ല. അതാണ് വാസ്തവം. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ആ കുക്കറില്, കത്തുപിടിച്ച കുക്കറില് ഒരു 3-4 തുള്ളി ഇറ്റിക്കുക. അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. സ്വല്പം വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷം സാധാരണ സ്ക്രബ്ബറും കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്താൽ അത് ഫുള്ളും ഇളകി പോകും. ഇത്രയും എളുപ്പത്തില് കരിഞ്ഞ പാത്രങ്ങളെ വൃത്തിയാക്കാൻ യാതൊരു മെത്തേഡും ഇല്ല. നമ്മളല്ലാതെ
സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ അതിന്റെ കോട്ടിങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ സ്ക്രാച്ചസും പാത്രങ്ങളിലും ഉണ്ടാവാറുണ്ട്. നമുക്ക് പിന്നീട് അത് റീയൂസ് ചെയ്താലും ആ പാത്രം പിന്നെയും പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന് അങ്ങനെയും ഒരു ഗുണങ്ങളുണ്ട്. ഇത് വീട്ടമ്മമാർക്ക് ഏറെ പ്രയോജനപ്പെടും. അത് മാത്രമല്ല, നമ്മുടെ ടോയ്ലറ്റിന്റെ ഫ്ലോറ് നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്ന ടോയ്ലറ്റ് ക്ലീനറാണ് ഹാർപിക്ക് പോലെയുള്ള ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഹാർപിക്കിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതായത് ഫ്ലോർ ക്ലീൻ ചെയ്യാനൊന്ന്, ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനൊന്ന്, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ, ഒരു ടോയ്ലറ്റ് ക്ലീനറേ ഉള്ളൂ. ഇതിന് എല്ലാ പർപ്പസ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്ലോർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ കുറച്ച് വെള്ളവുമായി മിക്സ് ചെയ്ത് നമ്മുടെ ഫ്ലോറിൽ സ്പ്രെഡ് ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈലിൻ്റെ ഗ്യാപ്പിൽ പിടിച്ചിരിക്കുന്ന കറകളും ചെളികളും അടക്കം പോകുന്നതാണ്. അവിടെ പാണ്ട് പിടിക്കുകയേ ഇല്ല. മറ്റുള്ള ടോയ്ലറ്റ് ക്ലീനർ വീഴുന്ന സ്ഥലം അത് കറ പോലെ പിടിച്ചിരിക്കും. അതിൽ അത്രയും കെമിക്കൽ ഫോർമുല അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന് പകരം വിപണിയിൽ കിട്ടുന്ന ടോയ്ലറ്റ് ക്ലീനറാണ് നമുക്കറിയാം ഹാർപിക്ക്. നമ്മുടെ അടുത്ത് ചില കസ്റ്റമേഴ്സ് വരുന്ന ഹാർപിക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഹാർപിക് ഇല്ല, ഞങ്ങളുടെ ടോയ്ലറ്റ് ക്ലീനറേ ഇവിടെ ഉള്ളൂ, ഹാർപിക് ഇല്ല എന്ന് പറയും. ഹാർപിക്കിന് വരുന്ന നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന് വരുന്ന റേറ്റ് 100 രൂപയും നമുക്ക് ഡിസ്കൗണ്ട് കാർഡ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന റേറ്റ് 86 രൂപയുമാണ്. നമ്മുടെ അടുത്തൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ലിക്വിഡ് ഡിറ്റർജന്റ്. നമ്മുടെ തൊട്ട് മുമ്പ് എടുത്ത മാഡം പറഞ്ഞു അല്ലേ, ലിക്വിഡ് ഡിറ്റർജന്റിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. മാഡം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റിനുള്ള ഒരു പ്രത്യേകതയാണ് സോപ്പും മറ്റു സോപ്പ് പൗഡറുകളും ഉപയോഗിച്ചാലും പോകാത്ത ചെളികളും കറകളും നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ പോകും. അത്രത്തോളം അത് തുണിയുടെ ഇഴകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്ന് തുണിയെ വൃത്തിയാക്കുന്നു എന്നതാണ് വാസ്തവം. തുണിയുടെ കളറിന് മങ്ങൽ വരില്ല, തുണിക്ക് നല്ല സുഗന്ധം കിട്ടും, തുണി ചുളുങ്ങി കൂടുന്നതിന് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ചുളുങ്ങി കൂടാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എല്ലാവരും വാഷിംഗ് മെഷീനിലല്ല ഉപയോഗിക്കുന്നത്, ബക്കറ്റിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ബക്കറ്റിൽ സോപ്പ് ലായനി ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തിൽ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ പോലും നമ്മുടെ കൈക്ക് യാതൊരു വിധത്തിലുള്ള അലർജിയും ഉണ്ടാവുന്നില്ല. അതായത് കുഴിനകം, കൈയുടെ ഇവിടെയുള്ള തൊലിപോക്ക്, കൈയുടെ ഉള്ളം കൈയിലെല്ലാം കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ്, റെഡ് കളർ ഡോട്ട്സ് വരും. അങ്ങനെയുള്ള യാതൊരുവിധ അലർജി പ്രശ്നങ്ങളും നമ്മുടെ കൈക്ക് ഉണ്ടാവുന്നില്ല. നമ്മുടെ കൈ അതിനകത്ത് ഡയറക്റ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ തുണിക്ക് ഒരു കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. പിന്നെ നമ്മുടെ അടുത്ത് വന്നൊരു കസ്റ്റമർ അവരുടെ അനുഭവം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുറച്ച് തുണി ഒരുമിച്ച് സോപ്പിൽ മുക്കി വെച്ചപ്പോൾ കളർ ഇളകുന്ന തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷർട്ടിൽ കളർ പിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളർ പിടിച്ചത് ഒരു പരിധി വരെ തുണിയിൽ നിന്നും പോയി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ MRP വരുന്നത് 145, ഡിസ്കൗണ്ട് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 117 രൂപയ്ക്കുമാണ്. ഇനി അടുത്ത നമ്മുടെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റാണ് ലിക്വിഡ് ബ്ലൂ. കുഞ്ഞനാണെങ്കിലും വലിയ കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ വെളുത്ത തുണികളെ വെണ്മയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഈ ഇത്തിരിക്കുഞ്ഞൻ. നമ്മള് പുറമേ നിന്ന് നമുക്കറിയാം ഈ ഇത്തിരിക്കുഞ്ഞിന് പകരമുള്ള, ഈ ലിക്വിഡ് ബ്ലൂവിന് പകരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉജാല. ഒരു മാതിരിപ്പെട്ടവര് നമ്മുടെ വൈറ്റ് തുണികൾ, നമ്മൾ വെളുത്ത ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നവര് 2-3 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കളർ ഫെയ്ഡ് ആവുന്നു. പിന്നെ അവരത് എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ തുണിക്ക് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കളറ് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ലിക്വിഡ് ബ്ലൂ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി, 1-2 തുള്ളി ഉപയോഗിച്ചാൽ മതി. അത് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് നമ്മുടെ വൈറ്റ് ഡ്രസ്സിനെ എല്ലാം അതിനകത്തൊരു ഒന്ന് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, മുക്കിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വെണ്മയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ ഈ ഇത്തിരി കുഞ്ഞിന് കഴിയും. അത് മാത്രമല്ല, നമ്മൾ പുറമേ നിന്ന് നമുക്ക് ഇടുന്ന ലിക്വിഡ് ബ്ലൂവിന് പകരമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉജാല. ഉജാല യൂസ് ചെയ്യുമ്പോൾ എന്താ ഒരു കുഴപ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി നല്ലപോലെ പിഴിയും അല്ലേ. പിഴിഞ്ഞ് കഴിയുമ്പോൾ ആ പിഴിഞ്ഞ ഓരോ ലെയറിലും എന്താണ് നീല കളറുകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ബ്ലൂ ഉപയോഗിച്ച് അങ്ങനെ ഇതുവരെ ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടാവുന്നുമില്ല. ഞാൻ ഉപയോഗിക്കാറുണ്ട്, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. നമ്മുടെ ലിക്വിഡ് ബ്ലൂവിന് വരുന്ന റേറ്റ് 30 രൂപയാണ്. നമുക്ക് ഡിസ്കൗണ്ട് ഉള്ള ഒരാൾക്ക് കിട്ടുന്നത് 24 രൂപയ്ക്ക് കിട്ടും. അടുത്ത നമ്മുടെ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഡിഷ് വാഷ് ലിക്വിഡ്, പാത്രം കഴുകുന്ന ലായനി. ഇതിനകത്തുള്ള
മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ലൈമും ആക്റ്റീവ് സോൾട്ടും. ഇത് ഉപയോഗിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തിക്കാണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ചെടുത്ത് ഒരു ബൗളില് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് വാട്ടറുമായി മിക്സ് ചെയ്ത് നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കാം. ഇത് ഒരു മാസത്തേക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് എത്ര എണ്ണമഴുക്കുള്ളതാണെങ്കിലും എത്ര വഴുവഴുപ്പുള്ളതാണെങ്കിലും, ഇപ്പൊ നമുക്കറിയാം നെയ്യൊക്കെ എടുത്ത് നമ്മളിപ്പോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ഉപയോഗിച്ച പാത്രങ്ങൾ ഭയങ്കര പാടാണ് നമുക്കതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോ സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 or 3 പ്രാവശ്യം സ്ക്രബ് ചെയ്താലാണ് അതിൻ്റെ ഒന്ന് എണ്ണമഴുക്ക് കുറയുക. എന്നാലും നമ്മൾ കൈ ഓടിക്കുമ്പോൾ അതിലൊരു എണ്ണമഴുക്കുണ്ട് അല്ലെ. അതിനെ ഒരു പ്രാവശ്യത്തെ വാഷലോടുകൂടി കളയാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് സാധിക്കും. എത്ര സ്റ്റെയിൻസ് ഉണ്ടെങ്കിലും എത്ര കറകളുണ്ടെങ്കിലും അത് കളയാൻ പറ്റും. പാത്രങ്ങളെ നല്ല തിളക്കമുള്ളതാക്കി സൂക്ഷിക്കാൻ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിന് സാധിക്കുന്നു. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പുറത്തു നിന്നുള്ള ലിക്വിഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഭയങ്കര റഫ് ആവുന്നു. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാൾ പുറത്തു നിന്നുള്ള ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൈ പെട്ടെന്ന് റഫ് ആവുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ കൈയുടെ നഖത്തിന്റെ ഇവിടെ നിന്നുള്ള തൊലികൾ പോകുന്നു. കയ്യിൽ അതുപോലെ അലർജി, കുഴിനകം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് കാരണമാകുന്നു. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിന് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് കിട്ടുന്ന റേറ്റ് 125 രൂപയാണ് MRP. ഇനി ഡിസ്കൗണ്ട് കാർഡുള്ള ഒരാൾക്ക് കിട്ടുന്നത് 102 രൂപയാണ്. ഇനി ഇതിന്റെ വേറൊരു നമുക്ക് ഇത് പറയാൻ പറ്റുന്നത്, ടർമറിക് ഒരു സ്പൂൺ ടർമറിക് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് അതുമായി മിക്സ് ചെയ്യുമ്പോൾ ആ വാട്ടറിന്റെ കളർ വരുന്നത് യെല്ലോ തന്നെയായിരിക്കും. അതായത് ആ ടർമറിക്കിന്റെ കളർ തന്നെയായി വരും. ഇനി പുറത്തുനിന്നുള്ള ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ടർമറിക് വാട്ടറുമായി മിക്സ് ചെയ്യുമ്പോൾ അത് റെഡ് കളറായി വരും. അതായത് കെമിക്കൽ റിയാക്ഷൻ കാണിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ അധികം ആരും കണ്ടിട്ടുമില്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലാസ് ക്ലീനർ. ഇതില് ഒരു സ്പ്രേ ഉണ്ട്. നമുക്കിത് ഈ എളുപ്പത്തിൽ നമുക്ക് ഗ്ലാസ്സിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഗ്ലാസ് മാത്രമല്ല, മെറ്റലും പ്ലാസ്റ്റിക്കും ഇവയെല്ലാം ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഗ്ലാസ്സിൽ പെട്ടെന്ന് പൊടി പിടിക്കും അല്ലേ. അപ്പോൾ ആ പൊടി പിടിക്കുന്നതിന് നമ്മൾ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടി പിടിക്കുന്നതിന് ഒരു ഗ്യാപ്പ് കൊടുക്കും. ഒരു ടൈം ഓഫ് ഇന്റർവെൽ കൊടുക്കുന്നതിന് ഈ ഗ്ലാസ് ക്ലീനർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും യാത്ര പോകും, ഓരോരുത്തർ മീറ്റിങ്ങുകൾക്കും അങ്ങനെ പോകുന്നവരാണ് അല്ലേ. അപ്പൊ നമ്മൾ മിക്കപ്പോഴും കാറിലായിരിക്കും യാത്ര, എന്ത് വാഹനവും ആവട്ടെ. ആ വാഹനത്തിന്റെ ഗ്ലാസ് നമുക്കിത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഫോഗ് പെട്ടെന്ന് പിടിക്കില്ല. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഫോഗ് പിടിക്കാതിരിക്കാൻ നമ്മുടെ ഗ്ലാസ് ക്ലീനർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫ്രിഡ്ജിന്റെ മേൽഭാഗവും അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഗ്ലാസുകളും എല്ലാം ക്ലീൻ ചെയ്യാനും നമ്മുടെ ഗ്ലാസ് ക്ലീനർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. വുഡൻ ഫർണിച്ചർ ക്ലീൻ ചെയ്യാനും നമ്മുടെ ഗ്ലാസ് ക്ലീനർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ വില വരുന്നത് MRP വരുന്നത് 106 രൂപയും ഡിസ്കൗണ്ട് കാർഡുള്ള ഒരാൾക്ക് കിട്ടുന്നത് 82 രൂപയുമാണ്. പുറത്ത് ഒരു ഗ്ലാസ് ക്ലീനറിന് വില വരുന്നത് 144 രൂപയാണ്. MRPയിൽ തന്നെ നമുക്കപ്പോ എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്രയും ലിക്വിഡ് ഐറ്റംസ് കൊണ്ട്, ഈ പിക്സിയുടെ ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നമ്മുടെ പരിസരം നമുക്ക് ശുചിയായി കൊണ്ടു നടക്കാം. ആ പരിസര ശുചീകരണത്തിലൂടെ നമ്മുടെ ശരീരവും നമുക്ക് വൃത്തിയായി കൊണ്ടു നടക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.